भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഭാഗവത ശ്രോതാക്കളെ, ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ആരംഭിക്കുന്നതിന് മുമ്പായി ശ്രീമദ് ഭാഗവത സപ്താഹത്തെക്കുറിച്ച് അറിയിക്കാനാണ് ഈ രണ്ടു വരികൾ ആദ്യം പറയുന്നത്. ഇന്ന് വൈകുന്നേരം മാഹാത്മ്യത്തോടുകൂടി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഈയുള്ളവൻ്റെ ആചാര്യതയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്ത് തേലക്കാട് എന്ന സ്ഥലത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആരംഭിക്കുകയാണ്. ഇന്ന് 22-ാം തീയതി വൈകുന്നേരം മാഹാത്മ്യത്തോടുകൂടി ആരംഭിച്ച് 29-ാം തീയതി ഉച്ചയോടുകൂടി സമർപ്പിക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ, താല്പര്യമുള്ള ആളുകൾ അവിടെ എത്തി ഭാഗവത സപ്താഹത്തിൽ പങ്കുചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ മാറിയാണ് തേലക്കാട് എന്നുള്ള സ്ഥലം. പഞ്ചായത്ത് ഓഫീസിന് അടുത്താണ് ക്ഷേത്രം. അത് താല്പര്യമുള്ള ആളുകൾക്ക്, ആ പ്രദേശത്തുള്ള ആളുകളുടെ സൗകര്യത്തിനു വേണ്ടിയാണ് ഈ വിവരങ്ങൾ തന്നത്. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 778-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ ദത്താത്രേയൻ എന്ന അവധൂതനും യദുമഹാരാജാവും തമ്മിലുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നു. പൃഥിവി വായുരാകാശ ആപോഗ്നിശ്ചന്ദ്രമാ രവി കപോതോ അജകര സിന്ധു പതംഗോ മധുഗൃദ്ഗജ മധുഹ ഹരിണോ മീന പിങ്കളാ കുരരോദ്ഭക കുമാരി ശരകൃൽ സർപ്പ
ഊർണനാഭി സുപേശകൾ. ഈ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞ് അവരിൽ നിന്ന് ചിലത് അങ്ങനെ ആവണമെന്നും ചിലത് അങ്ങനെ ആവരുത് എന്നും ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ആദ്യത്തെ ഗുരുനാഥൻ പൃഥിവി, ഭൂമിയെക്കുറിച്ച് പറഞ്ഞത്. 2 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് പ്രത്യേകമായി ക്ഷമ പഠിച്ചു, ക്ഷമയാ ധരിത്രി എന്ന് പറയുന്ന ആ രംഗത്തെ അവിടെ ഓർമ്മിപ്പിച്ചു. അടുത്തതായിട്ട് ഗുരുവായ വായുവിനെ കുറിച്ച് പറയുന്നു. പ്രാണവൃത്യൈവ സന്തുഷ്യേർ മുനിർനൈവേന്ദ്രിയപ്രിയൈ ജ്ഞാനം യഥാ നശ്യേത നാവകീര്യേത വാങ്മന. മുനി ജ്ഞാനം യഥാ നശ്യേത, അറിവ് ഏതു വിധത്തിലായാൽ നശിക്കാതിരിക്കുമോ, വാങ്മന വാക്കും മനസ്സും ന അവകീര്യേത ചലിക്കാതിരിക്കുകയോ, അപ്രകാരമുള്ള പ്രാണവൃത്തിയായേവ പ്രാണവൃത്തി കൊണ്ട് തന്നെ സന്തോഷിക്കണം. നയേവ ഇന്ദ്രിയപ്രിയൈ, ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ല, ഇന്ദ്രിയപ്രിയങ്ങളായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടല്ല സന്തോഷിക്കേണ്ടത്. ആദ്യത്തെ ഗുരു ഇവിടെ പറഞ്ഞു ഭൂമിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഗുരു വായു. ഈ വായു 2 തരത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ്. പ്രാണികളുടെ ഉള്ളിൽ ഉച്ഛ്വാസ നിശ്വാസ രൂപത്തിൽ സ്ഥിതി ചെയ്യണു വായു. അതേപോലെ തന്നെ ലോകത്തിൽ വൃക്ഷലതാദികളിൽ കൂടി ചഞ്ചലസ്വരൂപമായി കാറ്റായി, ഒന്ന് നമ്മൾ ശ്വാസം എന്ന് പറയുമ്പോൾ മറ്റേതിനെ കാറ്റ് എന്നാണ് പ്രധാനമായിട്ട് പറയാറുള്ളത്. അപ്പൊ അങ്ങനെ ചഞ്ചല രൂപമായിരിക്കുന്ന വായുവിന്റെ മറ്റൊരു രൂപം. അതിൽ പ്രാണനിൽ നിന്ന് പഠിക്കേണ്ടതും താൻ പഠിച്ചതുമായിട്ടുള്ള സംഗതിയാണ് ആദ്യം പറഞ്ഞത്. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന രൂപം, രസം, ഗന്ധം തുടങ്ങിയ വിഷയങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാണൻ ഇതിനെ സ്വീകരിക്കണില്ല, പ്രാണൻ ഇത് ആവശ്യമില്ല. അപ്പോ ഉച്ഛ്വാസ നിശ്വാസ രൂപേണ ജീവികളുടെ ശരീരങ്ങൾ നിലനിർത്താൻ മാത്രം ശക്തി ഉണ്ടാവുന്നതിനാവശ്യമായിട്ടുള്ള പരിമിതമായ ആഹാരം കഴിക്കണം എന്ന് ഞാൻ വായുവിൽ നിന്ന് പഠിച്ചു. അങ്ങനെ ഈ മിതമായ ആഹാരദ്രവ്യം കൊണ്ട് പ്രാണൻ സന്തോഷിക്കും. അതേപോലെ മുനിയും സന്തോഷിക്കണം. വാക്കും മനസ്സും ചലിക്കാതെ ഉള്ള അറിവ്, താൻ നേടിയെടുത്ത ജ്ഞാനം നശിക്കാതെ ഇരിക്കത്തക്ക വിധത്തിൽ മാത്രം ദേഹത്തെ നിലനിർത്തുക. നമ്മൾ പറയാറുണ്ട് അല്ലേ, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ദേഹത്തെ നിലനിർത്താൻ ആവശ്യം വേണ്ടതായിട്ടുള്ള സമ്യക്കായിട്ടുള്ള ശുദ്ധമായ ആഹാരം മാത്രം കഴിക്കുക. അത് കഴിച്ച് സന്തോഷിക്കണം. ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടി അധ്വാനിച്ചു തുടങ്ങിയാൽ എന്തുണ്ടാവും? വിഷയവാസന വർദ്ധിച്ചു വരും. അങ്ങനെ വിഷയവാസന വർദ്ധിച്ചു വരുമ്പോഴോ അവിടെ ആത്മജ്ഞാനം കുറഞ്ഞു വരും. അങ്ങനെ വാക്കിനും മനസ്സിനും നിമിഷം തോറും ചാഞ്ചല്യമുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വിഷയസുഖത്തിന്റെ പിന്നാലെ ആനന്ദം ആഗ്രഹിക്കുന്ന ഒരു മുനി പോകാൻ പാടില്ല. ഇപ്പൊ പറയാണ്, പ്രാണനെ രക്ഷിക്കാതിരുന്നാൽ മനസ്സിന് ക്ഷീണം ഉണ്ടാവും, അതുകൊണ്ട് ജ്ഞാനത്തിന് നാശം ഉണ്ടാവും. അതുകൊണ്ടാണ് ദേഹനിലനിൽപ്പിന് വേണ്ടത് മാത്രമായിരിക്കുന്ന മിതാഹാരം, വേണ്ടതായിട്ടുള്ള ആഹാരാദികളെ മാത്രം സ്വീകരിക്കുകയാണ് വേണ്ടത് മുനി എന്ന് പ്രാണസ്വരൂപനായിരിക്കുന്ന വായു എന്നെ പഠിപ്പിച്ചു. അല്ലെങ്കിൽ പ്രാണരൂപനായിരിക്കുന്ന വായുവിൽ നിന്ന് ഞാൻ പഠിച്ചു. വിഷയേഷ്വാവിശൻ യോഗി നാനാധർമ്മേഷു സർവതാ ഗുണദോഷവ്യപേതാത്മാ ന വിഷജ്ജേത വായുവൽ. അടുത്തതായി നിസ്സംഗത്വത്തെ കുറിച്ച് പറയുക. യോഗി, യോഗം അഭ്യസിക്കുന്ന, മനോ നിയമനം ചെയ്യാൻ സാധിക്കുന്നവൻ, സർവത എല്ലാ ദിക്കിലും, നാനാധർമ്മേഷു വിഷയേഷു പലതരത്തിലുള്ള വിഷയങ്ങളിൽ ആവിശൻ പ്രവേശിക്കുന്നവനാണെങ്കിൽ പോലും ഗുണദോഷവ്യപേതാത്മാ ഗുണത്തെയും ദോഷത്തെയും ആലോചിക്കാത്തവനായി വായുവിനെ പോലെ ന വിഷജ്ജേത ഒന്നിലും പറ്റരുത്, സംഘമുണ്ടാവരുത് എന്ന് ചുരുക്കം. അപ്പോൾ വിഷയങ്ങളെ സ്വീകരിക്കുന്നുവെങ്കിലും അതിൽ ആസക്തിയില്ലാതെ ഇരിക്കണം എന്ന്
പുറത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാറ്റ് എന്നെ പഠിപ്പിച്ചു. എല്ലാ ദിക്കിലും ശുദ്ധമായും അശുദ്ധമായും ഇരിക്കുന്ന, സുഗന്ധപൂരിതമായും ദുർഗന്ധപൂരിതവുമായിരിക്കുന്ന വസ്തുക്കളിൽ കൂടി കടന്നു പോകുന്ന കാറ്റ് അതിൻ്റെ ആ ഗന്ധത്തെ സ്വീകരിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും കാറ്റിന് അത്തരത്തിൽ ഒരു ഗുണമില്ല, ഗന്ധമില്ല. ഇതേപോലെ വായു ഒന്നിലും പറ്റാതെ എല്ലാത്തിലും സമനായിരിക്കുന്നത് പോലെ യോഗിയും സുഖദുഃഖങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന വിഷയങ്ങളിൽ പ്രവേശിക്കുന്നവനോ അനുഭവിക്കുന്നവനോ ആണെങ്കിൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന സുഖത്തെയോ ദുഃഖത്തെയോ സ്വീകരിക്കാതെ, അതിനെ ചിന്തിക്കുക പോലും ചെയ്യാതെ ആസക്തിരഹിതനായിരിക്കണം, നിസ്സംഗനായിരിക്കണം എന്ന് വായു എന്നെ പഠിപ്പിച്ചു. അപ്പൊ എല്ലായിടത്തും സഞ്ചരിച്ച് ഒന്നിലും പറ്റാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒന്നും തന്നിൽ ചേരാതിരിക്കുന്ന വായുവിനെ പോലെ ആസക്തിയില്ലാത്തവനും സമചിത്തനുമായി ലോകത്തിൽ സഞ്ചരിക്കണം എന്ന് ഞാൻ പഠിച്ചു. വായുവിൽ നിന്ന് ഞാൻ പഠിച്ചത് അതാണ്. ഭൂമിയിൽ നിന്ന് ക്ഷമ പഠിച്ചു. പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് ഭൂമിയുടെ മറ്റൊരു ഗുണമായിട്ട് ഞാൻ പഠിച്ചു. പിന്നെ ആ വായുവിൽ നിന്ന്, പ്രാണവായുവിൽ നിന്ന് ഞാൻ പഠിച്ചത് പരിമിതമായ ആഹാരം കൊണ്ട് സന്തോഷിക്കണമെന്നാണ്. അതേപോലെ പുറത്തുള്ള വായുവിൽ നിന്ന്, ആ കാറ്റിൽ നിന്ന് ഞാൻ പഠിച്ചത് ഒന്നുമായും സംഘം പാടില്ല എന്നുള്ള മഹത്തായ ആശയത്തെയാണ്. അങ്ങനെ രണ്ട് ഗുരുനാഥന്മാരെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറയുകയാണ്, വായുവിൽ നിന്ന് വേറൊന്നുകൂടി പഠിച്ചു. പാർത്ഥിവേഷ്വ ദേഹേഷു പ്രവിഷ്ടസ്ഥൽ ഗുണാശ്രയ ഗുണൈർന്ന യുജ്യതേ യോഗി ഗന്ധൈർ വായുരിവാത്മദൃക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ലോകത്തിൽ പാർത്ഥിവേഷു പൃഥിവീ വികാരങ്ങളാകുന്ന ദേഹങ്ങളിൽ പ്രവിഷ്ട തദ്ഗുണാശ്രയ പ്രവേശിച്ചും അതേപോലെ തന്നെ അത് ആ വായു തദ്ഗുണാശ്രയ ദേഹധർമ്മങ്ങൾക്ക് ആശ്രയമായി കാണപ്പെടുന്നുണ്ടെങ്കിലും ആത്മദൃക്ക് ഈ വായുവിനെ പോലെ ആത്മജ്ഞാനിയായ യോഗി ഗുണൈ നയുജ്യത്തെ ഗന്ധൈ വായു ഇവ. നേരത്തെ പറഞ്ഞു നമ്മൾ ഇല്ലേ, ഈ സുഗന്ധം ദുർഗന്ധം ഇങ്ങനെ രണ്ട് രീതിയിലൊക്കെ ഉണ്ടാവാം. അപ്പൊ വായുവിൽ നിന്ന് പഠിച്ച മറ്റൊരു സംഗതിയെ കുറിച്ച് പറയുകയാണ്. വായു സുഗന്ധമുള്ള വസ്തുക്കളിൽ കൂടി പോയാൽ സുഗന്ധം, ദുർഗന്ധമുള്ള വസ്തുക്കളിൽ കൂടി പോയാൽ ദുർഗന്ധം. പക്ഷേ ഈ വായുവിനെ ഈ ഗന്ധം ബാധിക്കുന്നില്ല. ഗന്ധാദികളൊക്കെ പൂക്കളായി ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ദുർഗന്ധം അത്തരത്തിലുള്ള അലിഞ്ഞ ആ അഴുകിയ വസ്തുക്കളുമായി ചേർന്നിരിക്കുന്നു. അത്രയേ ഉള്ളൂ, വായുവിനായിട്ട് ചേരുന്നില്ല. അപ്പൊ അതാത് വസ്തുക്കളോട് തൽക്കാലം ചേരുമ്പോൾ അതത് ഗന്ധസംബന്ധമുള്ളതുപോലെ തോന്നുന്നു. ഇതേപോലെ ഒരു യോഗി പൃഥിവീ വികാരങ്ങളായ ദേഹത്തിൽ പ്രവേശിച്ചാൽ പോലും മനുഷ്യൻ, ദേവൻ, തടിച്ചവൻ, ചടച്ചവൻ, സുഖി, ദുഃഖി ഇങ്ങനെയുള്ള ദേഹധർമ്മങ്ങളോട് ചേർച്ചയും അഭിമാനവും ഇല്ലാത്തവനായിരിക്കണം. യോഗിയുടെ ലക്ഷണത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ പറയുന്നു, അന്യദൃഷ്ടിക്ക് ആ ധർമ്മങ്ങൾ ഉള്ളവനെ പോലെ തോന്നിയാലും മനുഷ്യത്വാദി ധർമ്മങ്ങൾ ദേഹത്തിനല്ല ആത്മാവിനും, ദേഹത്തിന് മാത്രമേ ഉള്ളൂ ആത്മാവിനല്ല എന്ന് ഉറപ്പോടെ ഇരിക്കാൻ വായുവിൽ നിന്ന് ഞാൻ പഠിച്ചു. ആ ആത്മജ്ഞാനം ദേഹഭ്രാന്തി ഇല്ലാതെയായി മാറാൻ ഈ ആത്മജ്ഞാനം എനിക്ക് സഹായകരമായി. ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ദേഹധർമ്മങ്ങളിൽ അഭിമാനം ഉണ്ടാവുന്നത്. പുഷ്പാദികളിൽ ഉള്ളതാണ് ഗന്ധം എന്നറിഞ്ഞ ആൾക്ക് വായുവിന്റെ ഗന്ധത്തെക്കുറിച്ച് യാതൊരു ശങ്കയ്ക്കും സ്ഥാനമില്ല. അപ്പൊ വായുവിന് ഗന്ധമുണ്ട് എന്ന് അയാൾ വിചാരിക്കുകയും ഇല്ല. പിന്നെ അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാർത്ഥഭാവേന സമന്വയേന വ്യാപ്തിയാവ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവയേൽ. അടുത്തതായി ആകാശത്തെ കുറിച്ച് പറയും. അന്തർഹിത മുനി, ദേഹാന്തർഗതനായിരുന്നാലും ഒരു മുനി സ്ഥിരജംഗമേഷു, സ്ഥിരങ്ങളിലും വൃക്ഷാദികൾ, സ്ഥിരങ്ങളായിട്ടുള്ള വൃക്ഷാദികൾ
ജംഗമങ്ങളായ ജീവികൾ സമന്വയേന ചേർന്നിരിക്കുകയെന്ന ബ്രഹ്മാത്മഭാവം കൊണ്ടും വ്യാപ്തി കൊണ്ടും വിതതസ്യ സർവവ്യാപിയായിരിക്കുന്ന ആത്മനഃ ആത്മാവിന്റെ അസംഗം അവ്യവച്ഛേദം ഒന്നിനോടും ചേർച്ചയില്ലാത്തതിനെയും പരിച്ഛിന്നമല്ലാതിരിക്കുന്നതിനെയും നിമിത്തീകരിച്ചിട്ട് നഭസ്ത്വം ഭാവയേൽ ആകാശത്തിന്റെ ആ സമതയെ നമ്മളും സ്വീകരിക്കണം. മുനിയെ കുറിച്ച് പറയുകയാണ്. ആകാശത്തിന്റെ പ്രത്യേകത ഭൂമി, വായു, അടുത്തതായി ആകാശം. ഒരേ ആത്മാവ് സർവചരാചരങ്ങളുടെയും ഉള്ളിലും പുറത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒന്നിനോടും യോജിക്കാതെ പരിച്ഛിന്നമാവാതെ ആകാശമെന്നതുപോലെ സ്ഥിതി ചെയ്യുന്നു. എല്ലാത്തിൻ്റെയും ഉള്ളിലും പുറത്തും ആകാശമുണ്ട് അല്ലേ? ഘടാകാശം, പുറത്തുള്ള ആകാശം. അപ്പോൾ ഒന്നിനോടും ചേർച്ചയില്ല. ശരീരരൂപേണ പുറത്തും ജീവരൂപേണ ഉള്ളിലും വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ശരീരവുമല്ല, ജീവനുമല്ല. ഇവയിൽ നിന്ന് വിലക്ഷണനും സർവവ്യാപിയും ഉള്ളിലും പുറത്തും ഇരിക്കുന്നവനും അസംഗനുമാണ് ഭഗവാൻ എന്ന് ആകാശത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. ഇപ്പൊ ദേഹാന്തർഗതനായിരുന്നാലും ആത്മാവ് സ്ഥിരജംഗമങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ആത്മാവ് തന്നെ ബ്രഹ്മം എന്നും ദേഹാദികളോട് സംഘം തന്നിമിത്തം പരിച്ഛിന്ന ഭാവമല്ലെന്നും ധരിക്കണം. സർവഗതമായിരിക്കുന്ന ആകാശം ഘടാദികളിൽ സംബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ സംബന്ധം കൊണ്ട് പരിച്ഛിന്ന ഭാവമോ അന്യത്ര അവ്യാപ്തിയോ ആ വക വസ്തുക്കളുടെ ഗുണസംബന്ധമോ ആകാശത്തിനില്ല. അപ്പൊ ആകാശത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് അതാണ്. പിന്നെ തേജോപന്നമയേർഭാവേർ മേഘാദ്യൈർ വായുനേരിതൈ ന സ്പൃശ്യതേ നഭസ്തദ്വൽ കാലസൃഷ്ടേർ ഗുണൈ പുമാൻ. അടുത്തതായി ഈ ആകാശത്തിന്റെ മറ്റൊരു ഇതിനെക്കുറിച്ച് പറയാണ്. കാലസൃഷ്ടിയെ, കാലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഗുണങ്ങളിൽ നിന്ന് ജനിച്ച തേജോപന്നമയെ, അഗ്നി, ജലം, അന്നം ഇവയുടെ വികാരങ്ങളായ ഭാവൈ ദേഹാദികളിൽ വായുന ഈരിതൈ വായുവിനാൽ പ്രേരിപ്പിക്കപ്പെടുന്ന മേഘാദ്യൈ നഭ മേഘം മുതലായവയിൽ ആകാശം എങ്ങനെയാണോ തദ്വത് അതേപോലെ ജീവൻ ന സ്പൃശ്യത്തെ സ്പർശിക്കുകയില്ല. ആകാശത്തിന്റെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയുകയാണ്. കാലശക്തി കൊണ്ട് പ്രകൃതിയിൽ നിന്ന് സത്വരജസ്തമോ ഗുണങ്ങളും അതിൽ നിന്ന് ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നീ പഞ്ച മഹാഭൂതങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ അതിൽ നിന്ന് ദേഹങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഗുണകാര്യങ്ങളും അഗ്നി, ജലം, അന്നം ഇവയുടെ വികാരങ്ങളായ ദേഹാദികൾ മേഘം ആകാശത്ത് എന്നതുപോലെ ആത്മാവിനെ ആശ്രയിച്ചു നിൽക്കുന്നു. വായുവിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മേഘങ്ങൾ ഓടും. ആകാശത്തെ ആശ്രയിച്ചു നിൽക്കുന്ന മേഘത്തോട് ആകാശത്തിന് സംബന്ധമില്ലാത്തതുപോലെ ദേഹാദികളോട് ആത്മാവിനും സംബന്ധമില്ല എന്ന വലിയൊരു തത്വം ഞാൻ ആകാശത്തിൽ നിന്ന് പഠിച്ചു. ആത്മാവ് അസംഗൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ആകാശ ദൃഷ്ടാന്തമായി നന്നായി ധരിച്ച ഞാൻ ദേഹസംബന്ധമില്ലാത്ത ആത്മരൂപനായി സഞ്ചരിക്കുന്നു. ദേഹാദികളിൽ ഞാനെന്നും എന്റേതെന്നുമുള്ള അഹന്തയും മമതയുമാണ് സംസാര ദുഃഖത്തിന് കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധോ മാധുര്യസ്തീർത്ഥഭൂർനൃണാം മുനി പുനാത്യപാം മിത്രമീക്ഷോപസ്പർശ കീർത്തനൈ. അടുത്തതായി ജലത്തിന്റെ പ്രത്യേകത പറയുകയാണ്. സ്വച്ഛ നിർമ്മലനായി, പ്രകൃതിത സ്വഭാവം കൊണ്ട് തന്നെ, സ്നിഗ്ധ സ്നേഹസ്വരൂപനായി, മാധുര്യ മധുരമായി സംസാരിക്കുന്നവനായി, നൃണാം തീർത്ഥഭൂ മനുഷ്യർക്ക് പൂജനീയനായി, അപാം മിത്രം ആ ജലങ്ങളുടെ ബന്ധുവും തുല്യനുമായിരിക്കുന്ന മുനി, ഈക്ഷോപസ്പർശ കീർത്തനെ കാണുക, സ്പർശിക്കുക, കീർത്തിക്കുക, ഇതുകൊണ്ട് പുനാതി ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. ഇപ്പൊ സ്വച്ഛത്വാദികളായ ഗുണങ്ങൾ കൊണ്ട് ജലം എങ്ങനെയാണോ ലോകത്തെ പരിശുദ്ധമാക്കുന്നത്, അതേപോലെ നിർമ്മലമായിരിക്കുന്ന മനസ്സോടു കൂടിയിട്ടുള്ള ഒരാൾക്ക് ലോകത്തെ
വേണ്ട പോലെ പരിശുദ്ധമാക്കാൻ സാധിക്കും. എന്നിട്ട് പറയുകയാണ്, ജലത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, ജലം സ്വഭാവം കൊണ്ട് നിർമ്മലമാണ്, മാർദ്ദവമുള്ളതാണ്, മധുരരസമുള്ളതാണ്, അശുദ്ധിയെ ഇല്ലാതെയാക്കുന്നതാണ്. ഇതേപോലെ ഒരു മുനി, ഇപ്പോ അങ്ങ് എന്നോട് ചോദിച്ചല്ലോ എങ്ങനെയാണ് ഗംഗാംഭസ്ഥ ഇവദ്വിപ എന്ന് ചോദിച്ചല്ലോ. ഗംഗയിൽ കിടക്കുന്ന ഒരു ആനയെ പോലെ അങ്ങനെ സുഖമായിട്ടിരിക്കണത് ഈ സംസാര ചൂട് അനുഭവിക്കാതെ എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ അങ്ങക്ക് ഇത് പറഞ്ഞു തരാൻ തുടങ്ങിയത്. അപ്പൊ ഇതേപോലെ മുനിയും അന്ധകരണത്തിൽ രാഗദ്വേഷാദി മാലിന്യങ്ങളില്ലാതെ നിർമ്മലനായി, ജന്മന പരോപകാരം ചെയ്യുന്നവനായി, മധുരമായി സംസാരിക്കുന്നവനായി തീരണം. ഇപ്പൊ ഗംഗാ തുടങ്ങിയ തീർത്ഥങ്ങൾ കാണുക, ആ ജലം കൊണ്ട് ശരീരശുദ്ധി വരുത്തുക, ആ ജലത്തെ പാനം ചെയ്യുക, ആ ജലത്തിന്റെ ഗംഗാനദിയുടെ മാഹാത്മ്യത്തെ കീർത്തിക്കുക, ഇങ്ങനെ ചെയ്യുന്നവരുടെ പാപത്തെ ഈ തീർത്ഥങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കും. ഇതേപോലെ മുനിയും കാണുന്ന ആളുകൾ, നമസ്കരിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ നല്ല ഉപദേശങ്ങൾ കൊടുക്കണം, അവരെ നേർവഴിക്ക് നയിക്കണം, അങ്ങനെ അവരെ പരിശുദ്ധരാക്കണം എന്ന ധർമ്മങ്ങൾ ഞാൻ പഠിച്ചത് ജലത്തിൽ നിന്നാണ് എന്ന് പറയും. പിന്നെ അടുത്തതായി അഗ്നിയെക്കുറിച്ചാണ് 3 ശ്ലോകങ്ങളിലൂടെ പറയണത്. തേജസ്വീ തപസാദീപ്തോ ദുർധർഷോദര ഭാജന സർവഭക്ഷോഭിയുക്താത്മാ നാദത്തെ മലമഗ്നിവൽ ക്വചിച്ഛന്ന ക്വചിൽ സ്പഷ്ട ഉപാസ്യ ശ്രേയ ഇച്ഛതാം ഭുങ്ക്തേ സർവത്തദാതॄണാം ദഹൻ പ്രാഗുത്തരാശുഭം സ്വമായയാ സൃഷ്ടമിദം സദസല്ലക്ഷണം വിഭൂ പ്രവിഷ്ടയത്തെ തത്തൽ സ്വരൂപോക്തിരിവൈധസി. 3 ശ്ലോകങ്ങളെ കൊണ്ടാണ് അഗ്നിയെക്കുറിച്ച് പറഞ്ഞത്. തേജസ്വി പ്രകാശമുള്ളവനും, തപസാ ദീപ്ത തപസ്സുകൊണ്ട് പ്രോജ്വലിക്കുന്നവനും, ദുർധർഷ അതിക്രമിക്കാൻ കഴിയാത്തവനും, ഉദരഭാജന വയറാകുന്ന പാത്രത്തോടു കൂടിയവനും, സർവഭക്ഷ എല്ലാം ഭക്ഷിക്കുന്നവനാണെങ്കിലും, അഭിയുക്താത്മാ ആ മനസ്സിനെ ആത്മാവിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നവനുമായി, അഗ്നിവൽ തീ എന്നതുപോലെ, മലം ന ആദത്തെ അശുദ്ധിയെ സ്വീകരിക്കുന്നില്ല. യോഗിയുടെ മറ്റൊരു ഗുണം അഗ്നിയിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്നാണ്. അഗ്നി നല്ല പ്രകാശമുള്ളതും ആർക്കും അതിനെ അതിക്രമിക്കാൻ സാധിക്കാത്തതുമാണ്. ഉഷ്ണത്വാദി ഗുണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാത്തിനെയും പരിഗ്രഹിക്കുമെങ്കിലും എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നതിനും അശുദ്ധിയില്ലാതാക്കാനും അഗ്നിക്ക് സാധിക്കും. ഇതേപോലെ ഭഗവൽ ധ്യാനത്തോടു കൂടിയ മുനിയും ആത്മപ്രകാശം, തപോബലം എന്നിവയുള്ള ആ ഒരു ചൈതന്യമായി, പിന്നേക്ക് കരുതാതെ കിട്ടുന്നത് അപ്പപ്പോൾ ഭക്ഷിക്കുന്നവനായി, യാതൊരു പാപവുമില്ലാത്തവനും ആയിരിക്കണം എന്ന് ഞാൻ അഗ്നിയിൽ നിന്ന് പഠിച്ചു. അഗ്നിയുടെ പ്രകാശം ആ എന്താണോ കത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാഷ്ഠാദികളെ അവലംബിച്ചാവും. ആത്മപ്രകാശമോ ഉപാധി കൂടാതെ ആകുമ്പോ അധികം വിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ശുദ്ധാശുദ്ധ പദാർത്ഥങ്ങളെ സ്വീകരിക്കുന്ന അഗ്നി എപ്പോഴും പരിശുദ്ധമായിരിക്കുന്നത് പോലെ മുനിയും ശുഭാശുഭകർമ്മങ്ങൾ ചെയ്യുന്നവനെ പോലെ പരദൃഷ്ടിക്ക് തോന്നിയാലും എപ്പോഴും ആത്മാവിൽ തന്നെ ചേർത്ത് വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയായതുകൊണ്ട് അശുദ്ധി ലേശം പോലും ഇല്ലാത്തവനാവും, പാപരഹിതനായി തീരും. ക്വചിച്ഛന്ന ക്വചിൽ സ്പഷ്ട ഉപാസ്യ ശ്രേയ ഇച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതॄണാം ദഹൻ പ്രാഗുത്തരാശുഭം. ക്വചിൽ ഛന്നഃ ചിലയിടത്ത് മറഞ്ഞിരിക്കുന്നു, ക്വചിത് സ്പഷ്ട മറ്റു ചില സ്ഥലത്ത് നല്ല പ്രകാശത്തോടു കൂടിയിരിക്കുന്നു. അങ്ങനെ ശ്രേയ ഇച്ഛത ശ്രേയസ്സാഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് ഉപാസ്യ സേവിക്കാൻ യോഗ്യനും, സർവത്ര ദാതॄണാം പ്രാഗുത്തരാശുഭം എല്ലാ ദിക്കിൽ വെച്ചും കൊടുക്കുന്നവരുടെ മുമ്പുണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ പാപത്തെ നശിപ്പിച്ചും കൊണ്ട് അവർ കൊടുക്കുന്നതിനെ സ്വീകരിക്കുന്നു. അഗ്നി അത് എന്താണോ കത്തുന്നത് അതിനനുസരിച്ച്
ചിലപ്പോ കാണാതെയാവും, ചിലപ്പോ പ്രോജ്വലിക്കുന്നത് കാണാം. അപ്പൊ ചിലപ്പോ അസ്പഷ്ടമായും ചിലപ്പോ വിറക് തുടങ്ങിയവയിൽ കത്തിപ്പിടിക്കുമ്പോൾ സ്പഷ്ടമായും കാണാം. അപ്പൊ സ്വർഗാദി പുണ്യസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവർ യാഗാദി കർമ്മദ്വാര സേവിക്കപ്പെടുവാൻ യോഗ്യമായും അഗ്നിഹോത്രാദികൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി മുട്ടാതെ നടത്തുന്നവരുടെ ഭൂത വർത്തമാന ആ ഭവിഷ്യത് പാപങ്ങളെ സംഹരിക്കാൻ ശക്തിയുള്ളതാണ്. ആര് എന്ത് ഇട്ടാലും അഗ്നി അതിനെ മുഴുവൻ സ്വീകരിക്കും, ഒരേപോലെയാണെന്നാണ്. അപ്പോ അഗ്നിയിലേക്ക് ഹവിസ് ഹോമിച്ചാൽ അതിനെ സ്വീകരിക്കും, അത് ശുദ്ധാക്കും, അത് ഭസ്മമാക്കി മാറ്റും. ഇതേപോലെ മൃതദേഹം കൊണ്ടിട്ടാലും അഗ്നി അതിനെ ശുദ്ധീകരിക്കണു. ഇതേപോലെ ഇവിടെ പറയുകയാണ്, ഈ രീതിയിൽ ചിലപ്പോ തൻ്റെ മാഹാത്മ്യത്തെ കൂടുതൽ പ്രകാശിപ്പിച്ച് ചില സമയത്ത് ശാന്തസ്വരൂപനായി പ്രാരബ്ധം, സഞ്ചിതം, ആഗാമികം എന്നീ കർമ്മങ്ങളെ നശിപ്പിക്കാൻ ശക്തനായി സേവിക്കുന്നവർക്ക് മോക്ഷത്തെ നൽകുന്നവ ആ പാപരഹിതനായിരിക്കുന്ന അഗ്നി എന്ന് ഞാൻ പഠിച്ചു. അതേപോലെ ആവണം എന്നാണ്. അഗ്നിയെ പോലെ എല്ലാത്തിനെയും സ്വീകരിക്കാനും എല്ലാത്തിനെയും ശുദ്ധീകരിക്കാനും അഗ്നിക്കുള്ള ഗുണം ഞാൻ അഗ്നിയിൽ നിന്ന് പഠിച്ചു. സ്വമായയാ സൃഷ്ടമിദം സദസല്ലക്ഷണം വിഭൂ പ്രവിഷ്ട ഈയതേ തത്തൽ സ്വരൂപോഗ്നിർവൈധസി. വിഭൂ വ്യാപകനായിരിക്കുന്ന ആത്മാവ് സ്വമായ തൻ്റെ മായ കൊണ്ട് സൃഷ്ടം ഉണ്ടാക്കപ്പെട്ടതും സദസല്ലക്ഷണം ശ്രേഷ്ഠം നികൃഷ്ടം എന്ന് വ്യവഹരിക്കപ്പെടുന്നതുമായ ഈ പ്രപഞ്ചത്തെ അതിലേക്ക് പ്രവേശിച്ച് അഗ്നി ഏധസീവ തീയ വിറകിൽ എന്നതുപോലെ സ്വരൂപ രൂപത്തോടു കൂടിയവനായി തത്തത് ഈയത്തെ അതാതായിട്ട് കാണപ്പെടുന്നു. അഗ്നിക്ക് സ്വതേ സ്വരൂപമില്ല, അല്ലേ? ഏതനെയാണോ അഗ്നി ദഹിപ്പിക്കുന്നത് അതിൻ്റെ സ്വരൂപത്തിലേക്ക് അഗ്നി വരികയാണ്. നീളമുള്ളതിൽ നീളം, വട്ടമുള്ളതിൽ വട്ടം, വളരെ ചെറുതാണെങ്കിൽ ചെറുത്. ഇതേപോലെയാണ് അഗ്നി നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ആത്മാവും ഇതുപോലെയാണ്. കാരണം എന്താ? സർവവ്യാപകനായ ആത്മാവിന് ഒരാകൃതിയില്ല. തൻ്റെ ശക്തിയായ പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടതും ഒരുപക്ഷെ ശ്രേഷ്ഠം നികൃഷ്ടം എന്ന വ്യവഹാരത്തിന് വിഷയവുമായിരിക്കുന്ന ദേവമനുഷ്യ തിര്യക്കാദി ശരീരങ്ങളിലേക്ക് പ്രവേശിച്ച് അതത് രൂപേണ കാണപ്പെടുന്ന ഉപാധിയെ അനുസരിച്ച് പ്രകാശിക്കുന്ന അഗ്നിയെപ്പോലെ ആത്മാവായ ഞാൻ പ്രകാശിക്കുകയാണ് എന്ന് ഞാൻ അഗ്നിയിൽ നിന്നും പഠിച്ചു എന്ന് പറയുന്ന 47-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാൻ ഭഗവാൻ അനുവാദം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും
വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ.
മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.